പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വിധിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാർത്ത തന്നെ നോക്കാം. പരീക്ഷിക്കാതെ മൂന്നാം ഘട്ടം എന്ന് പറയുന്ന ഒരു വാർത്തയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് നമ്മുടെ തേർഡ് ഫേസ് ഡിഗ്രി പ്രിലിംസിന്റെ മൂന്നാമത്തെ ഫേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് മെയ് 27 നടന്ന മൂന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷ പൊതുവെ എങ്ങനെയായിരുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പൊതുവെ ലളിതവും അതുപോലെ തന്നെ പൊതുവിജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ് ഭൂരിഭാഗം ചോദ്യങ്ങളും ശരാശരിക്കാർക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിരുന്നു. ഏതാനും ചോദ്യങ്ങൾ ഏത് ലെവലിലായിരുന്നു, ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഏതാനും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നിലവാരമുള്ള രീതിയിലുള്ള ചോദ്യവുമായിരുന്നു. ഗണിതവും ഇംഗ്ലീഷും LDC നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. മലയാള വിഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെങ്കിലും ഭൂരിഭാഗം ചോദ്യങ്ങളും എളുപ്പം ഉത്തരത്തിൽ എഴുതാൻ കഴിയുന്നതായിരുന്നു. സ്കൂൾ ടെക്സ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ വന്നെങ്കിലും അതിന്റെ ആഴത്തിലുള്ള സ്വാധീനം വളരെ കുറവായിരുന്നെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവരുടെ ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് ഇട്ടേക്കുന്നതും സാമാന്യം എന്താണ് ഒരു നല്ലൊരു റേഞ്ച് മാർക്കാണ് ഇട്ടിട്ടുള്ളത്. 50-60 ആണ് നമ്മുടെ തേർഡ് ഫേസിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അവർ ഇട്ടിട്ടുള്ള കട്ട് ഓഫിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സാമാന്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു മാർക്ക് റേഞ്ചാണ് അവർ ഇട്ടിട്ടുള്ളത്. കാര്യം 50-60 മാർക്ക് എന്തായാലും ആ പരീക്ഷ എഴുതുന്ന ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ സാമാന്യം പഠിച്ചിട്ട് പോകുന്ന ആർക്ക് വേണമെങ്കിലും ഒരു 50-60 മാർക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് ഫേസ്. പക്ഷേ ഈ തേർഡ് ഫേസ് പരീക്ഷ എഴുതുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തെളിവ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. കാര്യം നമ്മുടെ സർവേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവേ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു വീഡിയോ തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞാൻ തെളിവ് സഹിതം ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിലെ മാർക്ക് റേഞ്ചിന്റെ വ്യത്യാസം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത PSC വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. ഫയർവുമന്റെ നിയമനം പൂർത്തിയാക്കിയപ്പോഴത്തേക്കും 13 ഒഴിവുകൾ ഇനിയും ബാക്കി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 100 നിയമനത്തിലായിരുന്നു 100 നിയമന ശുപാർശകൾ പോയപ്പോഴത്തേക്കും അതിൽ 87 ഒഴിവുകൾ മാത്രമാണ് നിലവിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ ഈ പറയും പോലെ 13 ഒഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ട് മിച്ചം വന്നിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഇതിനകത്ത് ഈ ഒരു ബോക്സിനകത്ത് നിങ്ങൾക്കൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ പൂർണ്ണമായി നികത്തിയത് 6 ജില്ലകളിൽ മാത്രം എന്ന് പറയുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ LGS കണ്ണൂരിൽ 17 പേർക്ക് ഉടൻ നിയമനം ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഫാം അസിസ്റ്റന്റിന്റെ ചട്ടമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫയർമാൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ 1131 പേരാണ് ഫയർമാന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുൻ ലിസ്റ്റിൽ നിന്ന് 443 പേരെയാണ് നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. 3 റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചത് 443 പേർക്ക് 2018 ഡിസംബർ 17 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അവസാന നിയമന ശുപാർശ അതിൽ പോയിട്ടുണ്ടായിരുന്നത് 2019 ഡിസംബർ 20 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതുപോലെ തന്നെ ഏറ്റവും പുതിയ നിയമന വിവരങ്ങൾ ഓപ്പൺ മെറിറ്റിൽ 379, SC അതുപോലെ തന്നെ നമ്മുടെ എന്താണ് SC സപ്ലിമെന്ററി ലിസ്റ്റിലെ 17 പേര്, ST സപ്ലിമെന്ററി ലിസ്റ്റിലെ 10 പേര്, മുസ്ലിംസിനെ ആണെങ്കിൽ അത് 511 പേര്, അതുപോലെ തന്നെ എന്താണ് SC അതുപോലെ തന്നെ LCക്കകത്ത് വരുന്നത് 577 പേര്, OBCക്കകത്ത് 388 പേര്, വിശ്വകർമ്മ സപ്ലിമെന്ററിക്കകത്ത് ഒരാളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ LCUC നാടാറിനകത്ത് വന്നിട്ടുള്ളത് 402 പേരാണ്. ഇതാണ് നിലവിലത്തെ ഈ ഒരു ഫയർമാന്റെ ലിസ്റ്റിന്റെ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് ഓവർസിയറിന്റെ ഓർഗനൈസറിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സാധ്യതാ ലിസ്റ്റ് നമ്മൾ കണ്ടതാണ്. സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1925 പേരാണ് ആ ഒരു സാധ്യതാ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സാധ്യതാ ലിസ്റ്റ് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് 35 ആയിരുന്നു അല്ലേ. നമ്മുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു 35 ആണ്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ടീച്ചറിന്റെ ഇന്റർവ്യൂ ജൂണിൽ വീണ്ടും ഉണ്ടാവുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഡയറി സയൻസ് കോളേജുകളിൽ 89 പുതിയ തസ്തിക വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ഫോറം എന്ന് പറയുന്ന ഒരു പേജിനകത്ത് LD കന്നഡ മലയാളം പുതിയ ലിസ്റ്റിലും അപാകത എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ LD കന്നഡ മലയാളം ലിസ്റ്റിൽ പുതിയ അപാകതകൾ വന്നിട്ടുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കന്നഡയും മലയാളവും അറിയാവുന്നവർക്കുള്ള LD സാധാ ലിസ്റ്റിലേക്കുള്ള PSC പുതുക്കി പ്രസിദ്ധീകരിച്ചെങ്കിലും പുതിയ ലിസ്റ്റിലും ഒട്ടേറെ അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ട്. മുൻ ലിസ്റ്റിൽ കന്നഡ മലയാളം വിഷയങ്ങൾക്ക് 30% കൂടുതൽ മാർക്ക് ലഭിച്ച 98 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 26.25 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് മാർക്ക്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഈ മാനദണ്ഡ പ്രകാരം ആളെ ഉൾപ്പെടുത്തിയിരുന്നില്ല.
ഈ ലിസ്റ്റ് റദ്ദാക്കി കട്ട് ഓഫ് മാർക്ക് 43.375 ആയി ഉയർത്തി മുൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട 37 പേരെ പുറത്താക്കിക്കൊണ്ടാണ് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അല്ലേ. അപ്പോൾ ആദ്യം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുമ്പോൾ നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത്? 26.25 ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റിന്റെ അല്ലെങ്കിൽ അതിൽ 98 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ട് കട്ട് ഓഫ് വീണ്ടും കൂട്ടി 43.75 കട്ട് ഓഫ് ആയിക്കൊണ്ട് പുതിയ ലിസ്റ്റ് വന്നിട്ട് അതിൽ 37 പേരെ പുറത്തായിക്കൊണ്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണെന്നല്ലേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പല ലിസ്റ്റുകളിലും നടക്കുന്നത്. പിന്നെ KASന്റെ പുതിയ വിജ്ഞാപനം വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി നമ്മളൊരു വാർത്ത ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് KASന്റെ പുതിയ വിജ്ഞാപനം വരാനായിട്ട് സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 30-ാം തീയതി യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, പുതിയൊരു തീരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ 43 പേർക്ക് നിയമനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ തീയതിയിൽ മാറ്റം. നമ്മുടെ ICDS സൂപ്പർവൈസർ, ടെലിഫോൺ ഓപ്പറേറ്റർ, ഫീൽഡ് ഓഫീസർ എന്നീ ഗ്രേഡുകളിലേക്കുള്ള മെയിൻ പരീക്ഷാ തീയതികളിലാണ് മാറ്റം. അത് നമ്മൾ പരീക്ഷയിൽ മാറ്റം എന്ന് പറഞ്ഞിട്ട് PSC നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനൽ മുഖാന്തരമാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ CPOക്ക് EWS ബാധകമാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കേണ്ടതാണ്. പുതിയ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപന പ്രകാരം നിയമനത്തിന് EWS സംവരണം ബാധകമാണോ? ബാധകമാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എപ്പോൾ ഹാജരാക്കണമെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഉത്തരം വരുന്നത് എങ്ങനെയാണ്? 2020 ഒക്ടോബർ 23 നിലവിലുള്ളതും അതിനുശേഷം പുറപ്പെടുവിപ്പിച്ചതുമായിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങൾക്കും EWS സംവരണത്തിന്റെ പരിധിയിൽ വരും. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച 2022 ഡിസംബർ 15 ഗസറ്റിലാണ്. അതിനാൽ ഈ തസ്തികയിലും EWS സംവരണം ബാധകമാണ്. PSC ആവശ്യപ്പെടുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, EWS ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ പോലീസ് പരീക്ഷയിൽ സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിലിംസ് പരീക്ഷയിൽ സംവരണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ. പ്രിലിംസ് പരീക്ഷയിലും സംവരണം ബാധകമാണെന്ന് പറയുന്നുണ്ട്. സംവരണത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവം ഉണ്ടാകാതിരിക്കാൻ എല്ലാ സംവരണക്കാർക്കും കട്ട് ഓഫ് മാർക്കിൽ ആവശ്യമായിട്ടുള്ള ഇളവുകൾ നൽകിയാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി സംവരണം കൊടുത്തിട്ടാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ PSC ഈ ഒരു തൊഴിൽ വാർത്തയ്ക്കകത്തും തൊഴിൽ വീതിക്കകത്തൊക്കെ കുറയ്ക്കുന്നത്. ഇതേ സെയിം വാർത്ത തന്നെയാണ് നമ്മുടെ തൊഴിൽ വാർത്തയ്ക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു അനലൈസിസ് കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വീഡിയോ ഇന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.